യൂട്യൂബർ തൊപ്പിക്കും സംഘത്തിനുമെതിരെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി കളമശ്ശേരി പോലീസ്. ഇവർ താമസിക്കുന്ന സ്റ്റേഷൻ പരിധിയിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും പോലീസ് പരിശോധിച്ചു തുടങ്ങി. ഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന ആഭ്യന്തരമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. തൊപ്പിയും സംഘവും താമസിച്ചിരുന്നത് കളമശ്ശേരി സ്റ്റേഷൻ പരിധിയിലായതിനാൽ അവിടേക്ക് കൈമാറുകയായിരുന്നു. ഇതിനാലാണ് സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ അടക്കം പരിശോധിക്കുന്ന പ്രാഥമിക നടപടികളിലേക്ക് പോലീസ് കടന്നത്. പുറത്തുവന്ന വിവരങ്ങളിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ കേസെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും. പോക്സോ കേസ്, ലഹരിമരുന്ന് ഉപയോഗം, അശ്ലീല പ്രചരണം തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങളാണ് തൊപ്പിയെന്ന നിഹാദിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതികൾ. തൊപ്പിയുടെ ഗ്യാങ് പിരിഞ്ഞതിന് പിന്നാലെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ടീം അംഗങ്ങൾ രംഗത്തെത്തിയത്. മുൻ സുഹൃത്തുക്കൾ തന്നെയാണ് തൊപ്പിക്കെതിരെ മയക്കുമരുന്നുപയോഗം, പണം തട്ടിയെടുക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയത്. തൊപ്പി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക ചൂഷണം നടത്തി പണം നൽകി ഒത്തുതീർപ്പാക്കിയെന്നും മുൻ സുഹൃത്തുക്കൾ ആരോപിച്ചു. നിഹാദിന്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. ഗായകൻ ഹനാൻ ഷായുടെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയും ഇവർക്കെതിരെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയും തൊപ്പിക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. പുതിയ തലമുറയുടെയും കുട്ടികളുടെയും ഭാവിയെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്നും വിമർശനമുണ്ട്. എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം റീച്ചിനു വേണ്ടി ചെയ്യുന്നതാണെന്ന് തൊപ്പിയെന്ന നിഹാദിന്റെ വാദം. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ക്രിമിനൽ കേസും മാനനഷ്ട കേസുകളും നൽകിയെന്നും തൊപ്പി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.